നമസ്കാരം. ഓരോ മനുഷ്യൻ്റെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അത് വെളിവാകാൻ ഒരു കാലമുണ്ട്. ഉദയകുമാർ തൻ്റെ കഴിവിലൂടെ അറിയപ്പെടുകയാണിപ്പോൾ. പാടാനും പറയാനും അറിയാവുന്നവർക്കിടയിൽ ഉദയകുമാർ വേറിട്ട് നിൽക്കുന്നത് തൻ്റെ വിസിൽ ഗാനങ്ങളുടെ മാസ്മരികത ഒന്നുകൊണ്ട് മാത്രമാണ്. കേൾക്കുമ്പോൾ ഇമ്പമാർന്നതും എളുപ്പമുള്ളതുമാണെന്ന് തോന്നാം, പക്ഷേ സാധ്യമല്ല തന്നെ. സാധാരണക്കാരനായ ഉദയകുമാറിനെ അസാധാരണക്കാരനാക്കുന്നതും ഈ കഴിവ് തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തെയും ആ കഴിവിനെയും അടയാളപ്പെടുത്തിയേ മതിയാകൂ. സ്വാഗതം സർ. നമസ്കാരം. എന്താണ് ഉദയകുമാർ എന്ന് പ്രേക്ഷകർ തന്നെ മനസ്സിലാക്കട്ടെ, അതിനുവേണ്ടിയാണ്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. പണ്ടുകാലത്തെ സിനിമകളിലെ ഒരു ഗാനമാണ് അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം. ഞാൻ പാടിയപ്പോൾ നിങ്ങൾക്ക് വാക്കുകളിലൂടെ അത് മനസ്സിലായെങ്കിൽ, വെറും വിസിലിങ്ങിലൂടെ അത് ജനഹൃദയത്തിലേക്ക് എത്തിക്കാൻ ഉദയകുമാർ സാറിനൊരു കഴിവുണ്ട്. ആ കഴിവിനെയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഉദയകുമാർ സാറിൻ്റെ കുടുംബം കലാപരമായി എന്തെങ്കിലും അടുപ്പമുള്ള കുടുംബമാണോ? എൻ്റെ ഒരു ചിറ്റപ്പൻ നന്നായിട്ട് വയലിൻ വായിക്കുമായിരുന്നു. ഇന്ന് പുള്ളി ഇല്ല, ചിദംബരനാഥ് എന്നാണ് പേര്. പിന്നെ എൻ്റെ അച്ഛനും ചിറ്റപ്പന്മാരും ഒക്കെ ചെറുതായിട്ട് വിസിൽ ചെയ്യുമായിരുന്നു. പിന്നെ രണ്ട് മക്കൾ ഹരികൃഷ്ണൻ, അനന്തകൃഷ്ണൻ, അവരും ചെറുതായിട്ട് ഞാൻ വിസിൽ ചെയ്യുന്നത് കണ്ടിട്ട് വിസിൽ ചെയ്യാറുണ്ട്. ഇതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. ഇതാണ് ഈ കലാപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. സംഗീതം പഠിക്കാത്ത ഒരാളുടെ നാവിൽ എങ്ങനെയാണ് ഈ സംഗീതം വിസിലിങ്ങിലൂടെ വന്നത്? അത് ഈ റേഡിയോയിൽ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് വെറുതെ ഇങ്ങനെ ആ പാട്ടുകളോടൊപ്പം വിസിൽ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ പാടാൻ പറ്റാത്തത് കൊണ്ട് അതിങ്ങനെ വിസിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിരുന്നത്. ഈ റേഡിയോയിൽ നിന്നും കേട്ടു എന്ന് പറയുമ്പോൾ തന്നെ റേഡിയോയുടെ കാലങ്ങൾക്ക് മുമ്പാണ് റേഡിയോ ഗാനങ്ങൾ കേൾക്കുക എന്നുള്ളത്. ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരാണ് അത് കേൾക്കുന്നത്, ആസ്വദിക്കുന്നത്. അപ്പോൾ റേഡിയോയിൽ നിന്ന് കേട്ട് പാടാൻ പറ്റാത്തതുകൊണ്ട് വിസിലിംഗ് എന്ന് പറയുമ്പോൾ എത്ര കാലമായി സാറിന് ഇങ്ങനെ ഒരു കഴിവ്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇത് വിസിൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അത് അധികം ഇങ്ങനെ പുറത്ത് കാണിക്കാറില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ റേഡിയോ നമുക്ക് വല്ലപ്പോഴും മാത്രമേ ഈ പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആവശ്യപ്പെട്ട ഗാനങ്ങളോ അല്ലെങ്കിൽ ചലച്ചിത്ര ഗാനങ്ങളോ അല്ലെങ്കിൽ വിവിധ ഭാരതിയിൽ നിന്ന് രാത്രി കാലങ്ങളിൽ നമ്മൾ കേട്ടിരുന്ന വളരെ മനോഹരമായ ഹിന്ദി ഗാനങ്ങൾ, പ്രത്യേകിച്ച് പിന്നെ ഈ മുഹമ്മദ് റഫിയുടെ, പിന്നെ കിഷോർ കുമാറിൻ്റെ, ഹേമന്ത് കുമാറിൻ്റെ, മന്നാടയുടെ, മുകേഷിൻ്റെ. ഇപ്പോൾ ഇവരെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പഴയ ഋഷി കപൂറിൻ്റെയും അതുപോലെ ഷമ്മി കപൂറിൻ്റെ
ഗാനങ്ങൾക്കാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് നല്ല മുഹമ്മദ് റഫിയുടെ ഗാനങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ രാജ് കപൂറിന് വേണ്ടി മുകേഷിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഗാനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആശാ ഭോസ്ലെയുടെയും ലതാ മങ്കേഷ്കറിൻ്റെയൊക്കെ ഗാനങ്ങൾ, ഇതൊക്കെ കേട്ട് കാത്തിരുന്ന് കേൾക്കണമായിരുന്നു. അന്ന് നമുക്ക് ഈ ടേപ്പ് റെക്കോർഡറൊന്നും ഇല്ലായിരുന്നു. കാത്തിരുന്ന് കേട്ട് ആ പാട്ട് ഇങ്ങനെ വിസിൽ ചെയ്തു. സാർ ഈ പറയുമ്പോഴാണ് ഹിന്ദി പാട്ടുകൾ കുറച്ച് വിസിൽ ചെയ്യാൻ കുറച്ചുകൂടെ വിസിലിങ് ഹിന്ദി പാട്ടിൽ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. പല പിന്നെ സിനിമകളിലും ഹിന്ദി നായകന്മാർ വിസിലിങ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞതുകൊണ്ടാണ് കിഷോർ കുമാറിൻ്റെയും പാട്ടുകൾ വിസിലിംഗ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഹിന്ദി പാട്ടുകൾ? ഉണ്ടുണ്ട്. ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഇങ്ങനെ പഴയ പാട്ടുകൾ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ രാജ് കപൂറിൻ്റെ മേരാ നാം ജോക്കർ, എനിക്ക് തോന്നുന്നു 1970 ഇന്ത്യയിലും അതോടൊപ്പം തന്നെ റഷ്യയിലും റിലീസ് ചെയ്തു. 5 മണിക്കൂറായിരുന്നു ആ സിനിമ റഷ്യയിൽ, 4 മണിക്കൂർ ഇന്ത്യയിൽ. അപ്പം വളരെ അധികം ഹർഷാരാവത്തോടെയാണ് റഷ്യക്കാർ ഈ ചിത്രം സ്വീകരിച്ചത്. ഒരുപക്ഷെ അതിൻ്റെ ദൈർഘ്യം കൊണ്ടാവാം ഇന്ത്യയിൽ കാലം തെറ്റിപ്പിറന്ന ഒരു ക്ലാസിക് എന്നാണ് അന്നത്തെ സിനിമാ നിരൂപകർ ഇതിനെ വിശേഷിപ്പിച്ചതിൽ. അതിൽ പിന്നെ ജീനായഹാം മർനായഹാം, കിഷോർ കുമാറിൻ്റെ പിന്നെ അതുപോലെ തന്നെ രൂപത്തേര മസ്താന വളരെ ഹിറ്റായ പാട്ടാണ്. പിന്നെ ആരാധന, അതുപോലെ തന്നെ ബോബിയിലെ ആ സിനിമ വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. അതിലെ പാട്ടുകളാണ് ഒരുപക്ഷെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ ചുരാലിയ, നമുക്കിനി ഒന്നേന്നും തുടക്കം മുതലേ വരാം. സാറിൻ്റെ സ്ഥലം എവിടെയാണ്? സാറ് പഠിച്ചിരുന്ന കാലം മുതലേ ഈ വിസിലിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. എവിടെയാണ് പഠിച്ചത്? ഞാൻ തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പം വർഷങ്ങൾ കുറേ കഴിഞ്ഞു. ഇപ്പം അടുത്ത കാലത്ത് ഞങ്ങളെ ഈ
ഹൈസ്കൂളിൽ പഠിച്ചിരുന്നവർ, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നവരെല്ലാം കൂടെ ഒരുമിച്ചൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഒത്തുകൂടാറുണ്ട്. അങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്ന സമയത്ത് ഒരുമിച്ച് പാട്ട് പാടാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് പാടുന്ന കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും വിസിൽ ചെയ്തത് എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ മൊബൈലിൽ പകർത്തി ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടു. പിന്നീട് ആരോ അല്ല, എൻ്റെ 2 മക്കളും കൂടെ ചേർന്ന്, അനന്തകൃഷ്ണനും ഹരികൃഷ്ണനും കൂടെ ചേർന്നിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അത് കുറച്ച് പേര് കണ്ടു. പിന്നെ അത് കുറേ പേര് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഞാൻ പഴയ മലയാള പാട്ടുകളിലാണ് കൂടുതൽ വിസിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രവാസി മലയാളികൾ, അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള ധാരാളം ആളുകൾ ഫേസ്ബുക്കിലൂടെ സുഹൃത്തുക്കളാവുകയും പഴയ പാട്ടുകൾ ആവശ്യപ്പെടുകയും അങ്ങനെ ഞാൻ പഴയ പാട്ടുകൾ വിസിൽ ചെയ്യുകയും സോഷ്യൽ മീഡിയയിലൂടെ അതെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ താമസിക്കുന്നത് പൂജപ്പുരയാണ്. മൂത്ത മകൻ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് അവൻ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യ SBI ലൈഫിൻ്റെ ഒരു പ്രൈവറ്റ് വിങ്ങിൽ വർക്ക് ചെയ്യുകയാണ്. എന്തായാലും വിസിലിങ്ങിലൂടെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താനുള്ള ഒരു ആളായി ഉദയകുമാർ സാർ അങ്ങനെ ശ്രമിക്കാൻ തന്നെ സാധ്യതയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. സാറ് എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണോ? അതെ, ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു അധികം വർക്ക് ചെയ്തിരുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മിനിസ്റ്റീരിയൽ വിങ്ങിലാണ് വർക്ക് ചെയ്തത്. അത് അധികം കാലവും ഏകദേശം 15 വർഷത്തിലധികം തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2017 സർവീസിൽ നിന്ന് വിരമിച്ചു. അതിനുശേഷമാണോ വിസിലിംഗ് വളരെ താല്പര്യത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്? അതെ, സർവീസിലിരിക്കുമ്പോൾ ജോലി തിരക്ക് കാരണം പലപ്പോഴും പാട്ടുകൾ കേട്ടാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കേൾക്കാനുള്ള സാവകാശവും സമയവും കുറവായിരുന്നു. റിട്ടയർ ചെയ്തപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പോലീസുകാരുമായിട്ടുള്ള സഹവാസം കൊണ്ട് പാട്ടേ ഇല്ല. പോലീസിൽ ഒരുപാട് പേര് പാടുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ അവരുടെ ഗാനമേള ട്രൂപ്പും ഉണ്ട്. അവർക്കൊരു ബാൻഡൊക്കെ ഉണ്ട്. പണ്ട് പോലീസ് ബാൻഡ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഒരു ബാൻഡുണ്ട്. അതിൽ പാടുന്ന ഒരുപാട് വൈറലാവണമുണ്ട്. അതെ, ഗാനമേള ട്രൂപ്പ് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ. കാരണം അവരുടെ ഓണം ക്രിസ്മസ് സെലിബ്രേഷൻസുകളിൽ ഈ ചാനൽ ഷോസിലൊക്കെ അവരെ വിളിക്കുന്നുണ്ട് ഇപ്പം ട്രൂപ്പായിട്ട്. പക്ഷേ ഈ ഇൻസ്ട്രുമെൻ്റൽ ഇതിൽ പിന്നെ സാറിൻ്റെ ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമോ അവരുടെ പ്രോഗ്രാം ഇൻ ഹൗസ് പ്രോഗ്രാംസിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? അതോ ഇല്ല, ട്രൂപ്പിൻ്റെ കൂടെ ഇല്ല. ഞങ്ങളുടെ ഓണാഘോഷം പോലെയുള്ള പരിപാടികൾ നടക്കുന്ന അതെ ഓഫീസിൽ 1-2 തവണ വിസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഈ വിസിലിംഗ് കൊണ്ട് നമ്മൾ ആ കലയെ നമ്മൾ എവിടെ വരെ എത്തിച്ചിട്ടുണ്ട്? ഇപ്പോൾ സ്റ്റേജുകൾ കിട്ടുന്നുണ്ടോ? അത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്യുകയാണോ? എങ്ങനെയാണ് ഇപ്പോൾ സാറ് അതുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ തന്നെ സാറ് താരമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലെ ഇൻ്റർവ്യൂകളിലെല്ലാം സാറിൻ്റെ വിസിലിംഗ്. തിരുവനന്തപുരത്ത് അതിപ്പോൾ വളരെ റെയറാണ്. നേരത്തെ കണ്ട ഒരു സ്ത്രീ വിസിലിംഗ് ചെയ്യുമെന്ന് കേട്ടിരുന്നു, പക്ഷേ അവരെക്കുറിച്ച് ഇപ്പോൾ യാതൊരു അറിവുമില്ല. പക്ഷെ ഇപ്പോൾ സാറാണ് അതിൻ്റെ മെയിൻ തലപ്പത്ത് നിൽക്കുന്ന വിസിലർ, സംഗീതജ്ഞൻ. അപ്പോൾ ആ ലെവലിൽ സാർ എവിടെ വരെ എത്തി നിൽക്കുന്നു സാറിൻ്റെ ഈ വിസിലിംഗ് ഇത് ഇപ്പോൾ? ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് എനിക്കും എന്നും ഭയമാണ്. ഇപ്പോഴും സ്റ്റേജിൽ കയറാനായിട്ട് ഭയം തന്നെയാണ്. പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷൻ, അതുപോലെ തന്നെ മറ്റ് ചില കലാസംഘടനകൾ, ഇപ്പം വയലാർ അനുസ്മരണ സമ്മേളനം, ഗ്രന്ഥശാലകൾ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും വിളിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത് ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണം സ്റ്റേജ് പ്രോഗ്രാമുകൾ കുറഞ്ഞത് കാരണം ഇപ്പോൾ അധികം ഇല്ല. അങ്ങനെ കുറേ സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റേജിൽ കയറാനുള്ള ഭയം മാറി കിട്ടിയിട്ടുമുണ്ട്. ഇൻസ്ട്രുമെൻ്റലായിട്ട് സാർ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? വയലിൻ അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഫ്ലൂട്ട്, നമ്മളിപ്പോൾ പിന്നെ സാറിൻ്റെ വിസിലിംഗ് ഏറ്റവും കൂടുതൽ താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഫ്ലൂട്ട്. അതെ. നമ്മളത് ഫ്ലൂട്ടിൽ എങ്ങനെയാണോ അതിനെ സപ്തസ്വരങ്ങൾ സരി ഗമ പ ധ നി സ ആ സാധനം പഠിക്കണം. നമ്മൾ ഈ വിസിലിങ്ങിന് ആ ഒരു ഇത് വേണമെന്നില്ല. കാരണം നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. കാരണം അത് ചെയ്യുമ്പോഴത്തേക്കും അത് അവിടെ ആ രീതിയിലല്ല, വേറൊരു തലത്തിലേക്കാണ് സാധനം പോകേണ്ടത്. പിച്ച് കുറച്ച് കൂട്ടി എടുക്കേണ്ടിയിരുന്നു എങ്ങനെ എന്തെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടോ? അതോ നമ്മളിങ്ങനെ വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പഠിച്ചിട്ടില്ല. സംഗീതം പഠിക്കാത്തത് കൊണ്ട് എന്താണ് സത്യം പറഞ്ഞാൽ പിച്ച് എന്താണ്, താളം എന്താണ്, ശ്രുതി എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ
ബോധമില്ലാതെ അങ്ങ് ചെയ്യുകയാണ്. ഒരു ഈ ആത്മാവിഷ്കാരം പോലെ അല്ലെങ്കിൽ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് പോലെ അങ്ങ് ചെയ്തു പോവുകയാണ്. വിസിൽ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യാതാണ്, ഇങ്ങനെ ചുണ്ടൊക്കെ ഒന്ന് കോട്ടി നാക്ക് ചുരുട്ടി ചുരുളുമ്പോഴാണ് അതിൽ നിന്ന് ആ ശബ്ദം ഒരു പ്രത്യേക ഇതിൽ എനിക്കറിയാവുന്നുള്ള രീതിയിലാണ് പറയുന്നത്. സാർ എങ്ങനെയാണ് അത് വിസിലിംഗ് കൃത്യം? കാരണം എൻ്റെ വിസിലിംഗ് എൻ്റെ ശബ്ദം കൺട്രോൾ ചെയ്യുന്നതിന് അത്രേ പറ്റുള്ളൂ. പക്ഷെ അതിനൊരു വേരിയേഷൻ വരും. ചുരാലിയാ മേ തും നീജുംകി നസർ നഹീ ചുരാനാ സനം. ആ വേരിയേഷൻ നമ്മുടെ ആ വിസിലിങ്ങിൽ വരണം, എങ്കിലേ അതിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഞാൻ ആ വിസിലിംഗ് ചെയ്യുമ്പോൾ വരില്ല. അതെങ്ങനെയാണ് സാർ ആ വിസിലിംഗ് എങ്ങനെയാണ് സാറിൻ്റെ ആ നാക്കിൻ്റെ ഒരു ഇതും ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണെങ്കിൽ പോലും അത് ചെയ്യുന്നതിനൊരു ആ ധർമ്മത്തിനെ എങ്ങനെയാണ് സാറ് ശരിക്കും ജനത്തിലേക്ക് എത്തിക്കുന്നത്? അതും ഈ പറഞ്ഞതുപോലെ ബോധപൂർവം ചെയ്യുന്നതല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പാട്ട് പാടുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടുണ്ട്. കാരണം ശ്വാസ നിയന്ത്രണം, അതുപോലെ തന്നെ ശ്വാസം മുട്ടോ ജലദോഷമോ ഒക്കെ ഉണ്ടായാൽ ചിലപ്പോൾ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ ചിലപ്പം പെർഫെക്ഷൻ കുറയാം, ചുണ്ട് വരണ്ട് ഉണങ്ങുക, ഇങ്ങനെയൊക്കെ വന്നാൽ പിന്നെ ശരിക്കും അത് നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ വിസിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സാറിൻ്റെ മലയാളത്തിലേക്ക് നമുക്ക് പറയാം. ഹിന്ദി പാട്ടാണോ മലയാളം പാട്ടാണോ സാറിന് കൂടുതൽ കംഫർട്ട്? സാറിൻ്റെ നാക്കിനും അതിൽ നിന്ന് വരുന്ന ആ വിസിലിങ്ങിനും ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഹിന്ദി പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഹിന്ദി പാട്ട് വാസ്തവം പറഞ്ഞാൽ എനിക്ക് 10ാം ക്ലാസ് പഠനം കഴിഞ്ഞതോടെ ഹിന്ദി നിർത്തി. അന്ന് അറിയാവുന്നുള്ള കുറച്ച് കാണാതെ പഠിച്ച ഹിന്ദി മാത്രമേ അറിയാവൂ. പിന്നെ ദൂരദർശനിലൊക്കെ കുറേ പണ്ട് കാലത്ത് ഹിന്ദി പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട്. പക്ഷെ ഒന്നും അർത്ഥം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു പാട്ട് പാടുമ്പോഴത്തേക്ക് ആ പാട്ടിൻ്റെ കാവ്യഭംഗി, പ്രത്യേകിച്ച് അതിൻ്റെ വരികളുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പാടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ നേരത്തെ മലയാളം പാട്ടുകളാണ്, ഹിന്ദി പാട്ട് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മലയാളം പാട്ടാണ് കൂടുതൽ ചോദിച്ച പോലെ കംഫർട്ടബിൾ. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വിസിൽ ചെയ്ത് പോകുമായിരുന്നു. പിന്നീട് ഈ ഓരോ പാട്ടിൻ്റെയും കാവ്യഭംഗി ആസ്വദിച്ച് അത് വിസിൽ ചെയ്യാനായിട്ട് എന്നെ പഠിപ്പിച്ചതിൻ്റെ ഒരു സുഹൃത്ത് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സുഹൃത്താണ്, എൻ്റെ സഹപാഠി കൃഷ്ണകുമാർ. ഇന്ന് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു തിരക്കഥാകൃത്താണ്, കൃഷ്ണ പൂജപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ. അപ്പം ഞങ്ങൾ പഴയ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കും. പുള്ളി ആ പാട്ട് പ്രത്യേകിച്ച് വയലാറിൻ്റെ, യൂസഫ് അലിയുടെ, പിന്നെ ഭാസ്കരൻ മാഷുടെ, ONV കുറുപ്പിൻ്റെ ഒക്കെ തന്നെ പാട്ടുകളുടെ കാവ്യഭംഗി അതെങ്ങനെ ആസ്വദിച്ച് നമ്മളൊരിങ്ങനെ ഈ കൽക്കണ്ട് നുണയും പോലെ നുണഞ്ഞ് ആ പാട്ടിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പാട്ട് ആസ്വദിക്കാനായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി വിസിൽ ചെയ്യുന്നതാണ് കുറേ കൂടെ എളുപ്പം നല്ലതുമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മലയാളം പാട്ടുകൾ വിസിൽ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സാറിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് സാറിൻ്റെ വിസിലിങ്ങിൻ്റെ ഗിരിശൃംഗം നമ്മുടെ പൊന്മുടിയിൽ തണുപ്പേറ്റ് നിന്നപ്പോൾ പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി എന്ന് പറയുന്ന പാട്ട് കൂട്ടുകാർ കൂടെ പോയപ്പോൾ എങ്ങനെയാണ് സാർ അതൊന്ന് വിവരിക്കാമോ? എങ്ങനെയാണ് ആ പൊന്മുടി പുഴയുടെ അനുജത്തിയെ കണ്ടത്? തീർച്ചയായിട്ടും ഒരു 31 വർഷം മുൻപ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് എത്ര കണ്ടാലും മടുക്കാത്ത, നമ്മൾ പറയും കടലും ആനയൊക്കെ എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല എന്ന്, അതുപോലെയാണ് എനിക്ക് പൊന്മുടി. എത്രയോ തവണ ഞാൻ പൊന്മുടി പോയിട്ടുണ്ട്. സുന്ദരിയാണ് തീർച്ചയായിട്ടും. ഈ അടുത്ത സമയത്തും പോയി. ഈ ലോക്ക്ഡൗൺ കാരണം ഇങ്ങനെ പോകാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടും ഉണ്ട്. തിരുവനന്തപുരംകാരുടെ ഒരു അഴകുമാണ്. അതെ, അങ്ങനെ ഒരു 31 വർഷം മുൻപ് ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു 2-3 കുടുംബമായിട്ട് ഞങ്ങളിങ്ങനെ പൊന്മുടി പോയി. അന്ന് അവിടെ സ്റ്റേ ചെയ്തപ്പോഴേ എൻ്റെ ഒരു അടുത്ത ബന്ധു ചന്ദ്രശേഖരൻ എൻ്റെ ചിറ്റപ്പനായിട്ട് വരും. ആ ചന്ദ്രശേഖരൻ ഇങ്ങനെ നന്നായിട്ട് പാട്ട് പാടും. അതുപോലെ തന്നെ പുള്ളിക്ക് കലാപരമായിട്ടുള്ള കുറേ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈദരാലിയുടെയൊക്കെ വളരെ വലിയ ആരാധകനായിരുന്നു. ഹൈദരാലിയുടെ കഥകളി ഉണ്ടോ, കഥകളി പദങ്ങൾ കേൾക്കാൻ വേണ്ടി എത്ര ദൂരം വേണമെങ്കിലും പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പോയി അന്ന് രാത്രി സ്റ്റേ ചെയ്തപ്പോഴത്തേക്കാണ് ഓരോരുത്തർ അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ചിലർ പാട്ട് പാടി അങ്ങനെ സംസാരിച്ചു, കഥ പറഞ്ഞു ഒക്കെ ഇരുന്നപ്പോഴാണ് പുള്ളിയാണ് എന്നെ ശരിക്കും നിർബന്ധിച്ച് നീ ഒരു പാട്ട് പാടാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞൂടാ,
അങ്ങനെ ഭാര്യ പറഞ്ഞു ഒരുവിധം വിസിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച്, ശരിക്കും പറഞ്ഞാൽ അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ വിസിൽ ചെയ്തത്. ആ പൊന്മുടി ആയതുകൊണ്ടായിരിക്കാം അവിടെ വെച്ച് അന്ന് പാടിയത് പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം എന്നുള്ള പാട്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. അടുത്ത കാലത്ത് വയലാർ അനുസ്മരണം കലാകൗമുദി നടത്തിയപ്പോൾ അവിടെ വെച്ച് ഈ പാട്ട് ഒരിക്കൽ കൂടെ എനിക്ക് വിസിൽ ചെയ്യാൻ കഴിഞ്ഞു. അന്ന് ശരത്ചന്ദ്രവർമ്മ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി വളരെ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു അത്. 30 വർഷത്തിന് മുൻപ് പൊന്മുടിയിലെ ആ തണുപ്പിൽ എല്ലാവരുടെയും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയ ആ പൊന്മുടിപ്പുഴ അതൊന്ന് വിസിൽ ചെയ്യാമോ സാർ? മനോഹരമായിട്ടുണ്ട് സാറേ. അത് സാറിന് പഴയ പാട്ട് സാറ് വിസിലിംഗ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു അഴകുണ്ട്. ചെറിയ കാര്യമല്ല, അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അതിന് ഈ പറയുന്ന പോലെ സാറിൻ്റെ മനോധർമ്മം അനുസരിച്ച് ആ വിസിലിംഗ് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അറിയാം സാറിൻ്റെ ആ പഴയ പാട്ടിനോടുള്ളൊരു ആരാധന. സാറേ, ഹിന്ദിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു 2 പാട്ടുണ്ട്. സാറിന് പറ്റുവാണെങ്കിൽ 2 വരി എനിക്കതിൽ തന്നാൽ മതി. ഒന്ന് കഭി കഭി മേരെ ദിൽ മേ, 2 മേരാ ജീവൻ കോറാ കാഗസ്. അത് രണ്ടും എൻ്റെ കഭി കഭി വേണമെങ്കിൽ ഒരു വരി പറഞ്ഞു. പിന്നെന്താ സാറിന് പറ്റുന്നത് ഏതാണോ അതാണ് എനിക്ക്. എനിക്ക് ഒരിക്കലും നോക്കിയിട്ടില്ലാത്തൊരു പാട്ടാണ്. കാലത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള ചില പാട്ടുകളുണ്ട്. നീലക്കുയിലിലെ പല പാട്ടുകളും അത്തരത്തിലുള്ളതാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടും, എനിക്ക് മാത്രമല്ല മലയാളികൾക്ക് എല്ലാം, മലയാള ചലച്ചിത്ര ഗാന ആസ്വാദകരെ മുഴുവൻ എന്നെന്നും പിന്നെ ആകർഷിക്കുന്ന ഒരു പാട്ടാണ് എല്ലാവരും ചൊല്ലുന്നു എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് ആ പാട്ട്. അതിൻ്റെ 1-2 വരികൾ.
ഇത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ ഈ ഷൂൾ ഓടിക്കുന്ന പിള്ളേരെടുത്ത് പറയും ഷൂൾ ഓടിക്കുന്നത് പാമ്പ് വരും എന്ന് പറഞ്ഞത്. സാർ ഈ വിസിലിംഗ് ഗാനം ആലപിക്കുമ്പോഴും അതിന് വേണ്ടിയിട്ട് നടക്കുമ്പോഴും അത് ട്രൈ ചെയ്യുമ്പോഴൊക്കെ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ടാണ്. ഭാര്യ, മക്കൾ, അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അവർ ഒരിക്കലും ഇപ്പറഞ്ഞ പോലെ വിലക്കിയിട്ടില്ല, വിസിലടിക്കരുത്. പിന്നെ മുത്തശ്ശിമാരും ഒക്കെ പറയും പോലെ സന്ധ്യയ്ക്കൊക്കെ വിസിലടിച്ചാൽ പാമ്പ് വരും അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും, പക്ഷെ നമ്മുടെ വിസിലിന് പാമ്പൊന്നും വരും ഇല്ല 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 ഇല്ല. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രേം നസീർ ഈ പിന്നെ ഷീലയുടെ പിന്നാലെ നടന്ന് പാടുന്ന ഒരു പാട്ട്, അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിസിലിങ്ങാണ്. അത് മറ്റൊരു പ്രത്യേകത ആ പാട്ടിനുള്ളതെന്ന് പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി ആദ്യമായിട്ട് ഒരു ഈണത്തിനൊത്ത് പാട്ടെഴുതിയ ഒരു സന്ദർഭമുണ്ട്. ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതായത് കനു ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോളിവുഡ് സംഗീത സംവിധായകൻ. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളെ അടുത്തൊരു ഉത്സവപ്പറമ്പിൽ ഈ പാട്ട് ഒരു ഗാനമേള കേൾക്കാനായിട്ട് ഞാൻ പോയി. ആ ഗാനമേള നടക്കുമ്പോൾ സാധാരണ നമ്മൾ പതിവ് രീതിയിലുള്ള മലയാളം പാട്ടുകളൊക്കെയാണ് കേട്ട് പരിചയിച്ചിരുന്നത്. പക്ഷേ ഈ പാട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിലെ ആ റിഥമായിരിക്കും സാധാരണ നമ്മൾ കേട്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആ റിഥം. ഞാൻ ഈ അടുത്ത സമയത്ത് യൂട്യൂബ് എടുത്ത് ആ പാട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. വളരെ രസമാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുതരം പരിഹാസ്യമായിട്ട് തോന്നാം. പ്രേം നസീർ ഇങ്ങനെ കുടുങ്ങിപ്പോകുന്ന ഷീലയുടെ പിന്നാലെ നടന്ന് നിൻപദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം നീയൊരു മലർവാടി എന്ന് പറയുന്ന ഒരു പാട്ട്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അത് TR ഓമന ആണെന്ന് തോന്നുന്നു. അതിൽ മനുഷ്യനായ കുറച്ച് നാണം വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു രീതി. അന്ന് ആ ഗാനമേള കേൾക്കാനിരുന്നവർക്ക് അതൊരു നവ്യ അനുഭവമായിരുന്നു. ഒരുപക്ഷെ അവർ അതിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ചിലരൊക്കെ ഇങ്ങനെ വിസിലടിച്ച് അങ്ങനെ തന്നെ പറയാണ്, വിസിലടിച്ച് അതിനെ കളിയാക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു നിത്യ നൂതന ഗാനം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഉറപ്പായിട്ടും അത്ര മനോഹരം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇതുണ്ടല്ലോ, ഈ പ്രണയദിനം നമ്മൾ പറയുമല്ലോ, വാലന്റൈൻസ് ഡേയിൽ പല നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കാണാം, പല ദിവസങ്ങളിലും പല വാലന്റൈൻസ് ഡേയിലും ഈ പാട്ട് ദൃശ്യഭംഗിയോടുകൂടി പലരും ഇങ്ങനെ സ്റ്റേജിൽ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട്. അതിപ്പോഴും ഒരു വിസിൽ ചെയ്യുമോ ആ പാട്ട്? ഞാനൊന്ന് നോക്കാം. ഇങ്ങനെ പോകും ആ പാട്ട്. ഒരു പ്രത്യേക സ്റ്റൈലാണ് ഇതിൻ്റെ. അത് വളരെ മനോഹരമായിട്ടുണ്ട് സാറേ. സാറ് പിന്നെ വേറെ സാറിൻ്റെ കലവറകളിൽ നിന്നും നല്ല നല്ല സാറിന് പറ്റുന്ന കുറച്ച് പാട്ടുകളൊന്നും എടുത്ത് വെളിയിലോട്ടിട്ട് സാറിന് കേൾക്കട്ടെ. റെസ്റ്റ് ഹൗസിലെ പാടാത്ത വീണയും പാടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
ഒരു വിപ്ലവഗാനം, പഴയ KPSC നാടകഗാനം വിപ്ലവഗാനമാണെങ്കിലും കുഴപ്പമില്ല. സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവിൻ. ഇനി മരിക്കാൻ നമുക്ക് മനസ്സില്ല. ഇനി ബലികുടീരങ്ങളെ നോക്കാം. അപ്പോൾ നമ്മുടെ എനിക്ക് വ്യക്തിപരമായിട്ടൊരു സാധനം മാത്രമേ ഉള്ളൂ, എൻ്റെ മേരാ ജീവൻ കോരാ കാഗസ്. നമ്മളിനി കാണുമ്പോൾ തീർച്ചയായും സാറുമായി നമ്മൾ വീണ്ടും കാണുമ്പോൾ മേരാ ജീവൻ കോരാ കാഗസ് കോരാ ഹി രഹ് ഗയാ जो लिखा था आंसुओं के संग बह गया मेरा जीवन कोरा कागज कोरा ही रह गया. ഉദയകുമാർ വായിൽ നിറയെ സംഗീതവുമായി നാക്ക് വളച്ച് വിസിൽ രൂപത്തിലാക്കി മലയാളികളെ ഞെട്ടിക്കുകയാണ്. വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ഗായകന്മാരും ഗായികമാരും അനശ്വരമാക്കിയ പാട്ടുകളെ തൻ്റെ വിസിൽ ഗാനത്തിലൂടെ എത്ര മധുരമായാണ് ആലപിക്കുന്നത്. പിന്നിടാൻ പോകുന്ന വഴികളിലെല്ലാം ഉദയകുമാർ സാറിന് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.